അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇപ്പൊ വിഷുക്കണി ഒരുക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? അപ്പൊ ഞാനും വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി പായസാനാക്കാൻ പോകുന്നത്. ഞാൻ വിഷുവിനാക്കുന്ന പായസം ഇതാണ്. അപ്പൊ അതിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വിഷു സ്പെഷ്യൽ ഈസി പായസമാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളിയിലാട്ടോ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യുക ഉരുളി ഒന്ന് ചൂടായി വരാൻ. ഉരുളി ചൂടായതിന് ശേഷം ഫ്ലെയിം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മൾ ഉരുളിയുടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നെയ്യ് ഒന്ന് മെൽട്ടായി വരട്ടെ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊടുക്കണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. നെയ്യ് 6 ടേബിൾ സ്പൂണോ 7 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ നെയ്യ് മെൽട്ടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൽ, അതായത് ഉരുളിയിൽ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പം നമ്മൾ മുന്തിരിങ്ങ, അതായത് നമ്മൾ കിസ്മിസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് മാത്രമായിട്ടൊന്ന് മാറ്റി കൊടുക്കാം നെയ്യിന്ന്. എന്നിട്ട് നമുക്ക് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ബ്രൗൺ ആകുന്ന വരെ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഗീയും ഫ്രൈ ചെയ്ത ഗീയും നമ്മൾ ആ കാഷ്യൂനട്ടിൻ്റെ കൂടെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഗീയിലേക്ക് ഞാൻ 2-3 ഏലക്കയും 2 കഷ്ണം ഗ്രാമ്പും ഒന്ന് കല്ലിലിട്ട് ചതച്ചിട്ട് പൊടി പോലെ ആക്കിയിട്ട് ഞാൻ ഈ ഗീയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ ജാഗ്വറി, അതായത് നമ്മളെ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു റൗണ്ട് വെള്ളം മുഴുവൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കല്ലിലിട്ട് ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മെൽട്ടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്തുകൊണ്ടേ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വെള്ളം ഇങ്ങനെ മെൽട്ടായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക്. നിങ്ങളുടെ നാട്ടിൽ വെള്ളത്തിന് എന്താ പറയുക അതെന്നോട് പറയാൻ മറന്നു പോകരുത് കമൻറ്റിൽ. അപ്പം നമ്മൾ വെള്ളം മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇനി ഇതിൻ്റെ അകത്തേക്ക് പഴമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നേന്ത്രപ്പഴം ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പഴം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇനി ഒരു പിഞ്ചിൻ്റെ അളവിൽ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ചിൻ്റെ അളവിൽ മതി കേട്ടോ. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഒരു 5 to 10 മിനിറ്റ്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കുക വേണ്ടത്. നമ്മൾ ആ ബനാനയും ജാഗ്വറിയും നന്നായി മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 to 10 മിനിറ്റ്സിന് ശേഷം നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു പാക്കറ്റ് പാലാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യുന്നത് പാക്കറ്റ് പാൽ ഡയറക്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് ചൂടാക്കി തണിഞ്ഞ പാൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഡയറക്റ്റ് പാൽ ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് പതപ്പിച്ചെടുക്കുക വേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് പതപ്പിച്ചെടുക്കാം, അതായത് ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൽ ആഡ് ചെയ്തതിന് ശേഷം സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഉരുളിയാണ്, അടിക്ക് പറ്റാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഇടവിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പാൽ പതച്ച് പൊന്താണ്ട് നോക്കുകയും വേണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം പാൽ കുറുകി തിക്കായി വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക്, അതായത് ഒരു 10 മിനിറ്റ്സിന് ശേഷം, അതായത് പാൽ തിക്കായി വരാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടൈമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇതിൻ്റെ അകത്തേക്ക് ആ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ ഗീ ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. ഈ ഒരു സ്റ്റാർട്ടിങ് ആഡ് ചെയ്ത ഗീ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഗീ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് മെൽട്ടായതിന് ശേഷം മാറ്റി വെച്ചിട്ട് ഈ ഒരു ടൈം ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യാറ് കേട്ടോ. അധികം പതച്ച് പൊന്താൻ വിടാൻ പാടില്ല കേട്ടോ. പാലിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ വിഷുവിന് എന്തൊക്കെ തരത്തിലാണ് പായസമാക്കലെന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മളധികം പാൽപ്പായസവും പിന്നെ ഞാൻ ഈ പായസവുമാണ് ആക്കാറ്. ഇത് വളരെ എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ പായസം ആക്കാൻ. നിങ്ങളൊന്ന് ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഈ വിഷുവിന് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂലേ. അപ്പോൾ അധികം നമ്മൾ പാൽ കുറുക്കിയെടുക്കണ്ട കേട്ടോ. ഈ ഒരു പാകത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതായത് നമ്മൾ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. പഴവും പാലും നമ്മൾ ജാഗ്വറി, അതായത് വെള്ളവും കൂടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഞാൻ സെർവിങ് ബൗളിലേക്കൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഈ ഉരുളിയിൽ തന്നെ വെച്ചിട്ട് അല്പം തുളസിയും കൂടി വെച്ച് കൊടുത്തിട്ടാണ് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിലെ എല്ലാ വ്യൂവേഴ്സിനും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസ.